അപ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണത്? ക്ലെൻസ് ചെയ്യും അല്ലേ? കസ്റ്റമറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ക്ലെൻസിങ് കൊടുക്കും. ക്ലെൻസിങ് കൊടുത്തതിന് ശേഷം ടോൺ ചെയ്യും. ഏറ്റവും നല്ല കിറ്റ് നോക്കി തന്നെ ഹൈഡ്രാ ഫേഷ്യലിന് എടുക്കുക. ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന കിറ്റുകൾ സിറംസ് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സിറംസ് കൂടുതലായിട്ടുള്ള കിറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഹൈഡ്രാ ഫേഷ്യലിൽ നമ്മൾ ക്ലെൻസ് ചെയ്തു, ടോൺ ചെയ്തു, ദെൻ സ്ക്രബ് കൊടുത്തു. സ്ക്രബ് നമ്മളൊരു 2 to 3 minutes നന്നായിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബ്ബർ. നമ്മുടെ കൈയൊക്കെ നല്ല പോലെ ക്ലീൻ ആക്കുക. സ്ക്രബ്ബർ എടുക്കുക. സ്ക്രബ്ബർ എടുത്തതിന് ശേഷം നമുക്ക് ഇൻറ്റൻസിറ്റി കൊടുക്കുക. 10 വരെയാണ് ഇൻറ്റൻസിറ്റി വരുന്നത്. നമ്മളിപ്പം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മളൊരു 6, 7 ഒക്കെ ഇടുക. 6, 7 ഇടുക. നീറ്റായിട്ട് നമ്മുടെ കൈ ഇവിടെ സപ്പോർട്ട് കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് നല്ല ക്ലീനിൽ, ഒരിക്കലും ഡയറക്റ്റ് അവർക്ക് ഇങ്ങനെ കൊണ്ടു കയറുന്ന പോലെ തോന്നരുത്. സ്ലാൻഡിങ് രീതിയിൽ തന്നെ നമ്മൾ എടുക്കുക. സ്ക്രബ് ഒരു ടിഷ്യൂയോ അല്ലെങ്കിൽ കോട്ടൺ എന്തെങ്കിലും നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുക. ദെൻ അതിലേക്ക് സ്ക്രബ് ഇടുക. ദെൻ ഓരോ സൈഡും നീറ്റായിട്ട് നമ്മൾ ചെയ്യാം. നോസ് പിൻ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഊരി വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, അതല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കവർ ചെയ്ത് തന്നെ പിടിക്കുക. ദെൻ ഒരു 5 minutes നമ്മൾ നീറ്റായിട്ട് സ്ക്രബ്ബർ വെച്ച് എടുക്കുക. ദെൻ ഓഫ് ആക്കുമ്പോൾ നമ്മൾ ഇൻറ്റൻസിറ്റി 0യിലേക്ക് തന്നെ കൊടുക്കുക. ഓഫ് ആക്കുക. അതുവഴി എക്സ്ട്രാ അഴുക്കുകളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? സ്ക്രബ്ബർ വെച്ച് ക്ലീൻ ചെയ്തെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അബ്രേഷനാണ്. അതായത് നമ്മുടെ പോഴ്സ് എല്ലാം സിറംസ് കൊടുത്ത് നമ്മളിതിൽ ഫില്ല് ചെയ്യുന്നത് ഈ സിറംസ് ആണ്. ഈ സിറംസ് നമ്മൾ ABC എന്നുള്ള 3 ബോട്ടിലും ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്കിന്നിന് എന്താണോ പ്രോബ്ലം, ക്ലെൻസ് ചെയ്യാനാണോ, അതുപോലെ എക്സ്ഫോളിയേഷൻ ആണോ, അതോ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണോ, നമ്മൾ പോഴ്സ് ഓയിലി സ്കിന്നുള്ളവർക്കാണോ ആ ഓയിൽ കൺട്രോളിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, എന്താണോ പ്രോബ്ലം എന്നുള്ളത് നോക്കുക. അങ്ങനെ നമ്മൾ ABC സിറം ഫില്ല് ചെയ്ത് വെച്ചു. അബ്രേഷൻ ഡിവൈസ് എടുക്കുക. നമ്മൾ ശരിക്കും സക്ക് ചെയ്ത് എടുക്കുമ്പം ഓരോ പോഴ്സിൻ്റെ അകത്ത് ഈ സിറംസ് ചെന്ന് ക്ലീൻ ആയിട്ടാണ് പോരുന്നത്. അപ്പോൾ എല്ലാ പോഴ്സും അത്ര കറക്റ്റായിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് എല്ലാ പോഴ്സും വൃത്തിയാക്കി പോവുക. ഓക്കെ. സ്കിന്നിൽ ചെയ്യുമ്പോൾ, ഫേസിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, ക്ലീനാക്കി എടുക്കുക. അങ്ങനെ ഈ അബ്രേഷന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതിലെ ഈ 3 ബട്ടനും ഈ 3 സിറവും വരുന്നത്. ഈ അബ്രേഷൻ ഡിവൈസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഏതിൽ നിന്ന് പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഓപ്ഷൻ ABCDയും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ABC അല്ലേ ഉള്ളൂ, D എന്തിനാണെന്നുള്ളത്. അത് നമുക്ക് പുറകിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത്, മിനറൽ വാട്ടർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് കസ്റ്റമർ എല്ലാം പോയി കഴിയുമ്പം ഈ പൈപ്പ് ലൈൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡിയിലേക്ക് ആക്കുക. നമ്മൾ അബ്രേഷൻ ഓൺ ചെയ്തിട്ട് കുറച്ചധികം സമയം ഹോൾഡ് ചെയ്ത് പിടിക്കാം. കുറച്ച് സമയം ഹോൾഡ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് വിടുക. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൽ നിന്ന് വേസ്റ്റ് വാട്ടർ അവിടെ കറക്റ്റായിട്ട് ഇതാവും. അപ്പോൾ പുറകിലാണ് നമുക്ക് വേസ്റ്റ് ലിക്വിഡ് ചാടാനുള്ള ബോട്ടിലും ഉണ്ട്. ദെൻ അബ്രേഷൻ ഡിവൈസ് ഓഫ് ആക്കുക. അപ്പോൾ നമ്മളുടെ സ്ക്രബിങ് വഴി, സ്ക്രബ്ബർ യൂസ് ചെയ്തത് വഴി, അബ്രേഷൻ യൂസ് ചെയ്തത് വഴി നമ്മുടെ ഫേസും പോഴ്സും എല്ലാം കംപ്ലീറ്റ്ലി ക്ലീനായി. ഇനി നമ്മളുടെ ഫേസിൽ എന്ത് നല്ല സംഭവങ്ങളും സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ആ സമയത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്പ്രേയർ എടുക്കേണ്ടത്. സ്പ്രേയറിൽ ബോട്ടിൽ വെക്കുക, കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അതായത് ഡൈല്യൂട്ടഡ് സിറം ഫില്ല് ചെയ്യുക, കറക്റ്റായിട്ട് സ്പ്രേയർ ഓൺ ചെയ്യുക. ഒരു നിശ്ചിത ഗ്യാപ്പിൽ കറക്റ്റായിട്ട് സ്പ്രേയർ കൊടുക്കുക. കറക്റ്റായിട്ട് ഒത്തിരി അടുത്ത് വരുമ്പോൾ അവർക്ക് എന്താ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു നിശ്ചിത ഗ്യാപ്പിൽ വെച്ച് എല്ലാ സ്ഥലവും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇതിൽ അബ്രേഷൻ, കോൾഡ് സ്പ്രേ, ഇതിന് 3നും പ്രത്യേകിച്ച് ഇൻറ്റൻസിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓണും ഓഫും മാത്രമേ ഉള്ളൂ. ഓക്കെ. ഈ സിറം നമ്മൾ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വൈപ്പ് ഓഫ് ആക്കണോ? വേണ്ട. ദെൻ അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ മസാജ് ക്രീം അതല്ലെങ്കിൽ മസാജിങ് ജെല്ല് കൊടുക്കുക. കുറച്ചും കൂടെ ജെല്ല് കൊടുത്താൽ കുറച്ചും കൂടെ ഹൈഡ്രേഷന് നല്ലതായിരിക്കും. സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് കൊടുക്കുക. ജെല്ല് അപ്ലൈ ചെയ്തു. ജെല്ല് അല്ലെങ്കിൽ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കേണ്ടത് അൾട്രാസൗണ്ട്.
അൾട്രാസൗണ്ട് നമുക്ക് കൂടുതലായിട്ടും എന്തിനുള്ളതാ, ക്രീം അല്ലെങ്കിൽ ജെല്ല് കൂടുതൽ പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്നിലേക്ക്. അപ്പോൾ ദെൻ നമ്മൾ അൾട്രാസൗണ്ട് ഓൺ ചെയ്യുക. ഇൻറ്റൻസിറ്റി 10 വരെയാണുള്ളത്. നമ്മൾ ചെയ്യുമ്പം 10 വരെ ഇടണമെന്നില്ല, ചെയ്യുക. ദെൻ ആ ക്രീമിൻ്റെ മുകളിൽ നന്നായിട്ട് റൗണ്ട് രീതിയിൽ കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് ഇതിലിപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട് ഉണ്ടോ, എത്രത്തോളം അതിന് പ്രവർത്തനം ഉണ്ടെന്നുള്ളത് ഉണ്ടോ. ഈ ഒരു പ്രോസസ്സായിരിക്കും നമുക്ക് ഫേസിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് അത് ചെയ്യുക. ഒത്തിരി കൂട്ടിയിട്ടിട്ട് ഒരു മീഡിയനും ഇല്ലാതെ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഭയങ്കര പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. നേരത്തെയൊക്കെ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു മീഡിയൻ കൊടുക്കുക, അത് നീറ്റായിട്ട് അബ്സോർബ് ചെയ്യുക. ഓക്കെ, ഇതും ഒരു 5 to 7 മിനിറ്റ്സ് അൾട്രാസൗണ്ട് കൊടുക്കുക. ദെൻ ആ ക്രീം അല്ലെങ്കിൽ ആ ജെല്ല് വൈപ്പ് ഓഫ് ആക്കുന്നില്ല, മോർ ക്രീം അപ്ലൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഡിവൈസാണ് RF. RF എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ആണ്. കൂടുതൽ ഏജ്ഡ് സ്കിന്നിനാണ് കൊടുക്കുന്നത്. അവരുടെ സാഗിങ്, റിങ്കിൾസ് അങ്ങനെയുള്ളതെല്ലാം ഒന്നും കൂടെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏജ്ഡ് സ്കിന്നിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏജ് കുറഞ്ഞുള്ളവർക്ക് കൊടുക്കേണ്ടതെന്ന്. ഇത് നമുക്ക് ഇൻറ്റൻസിറ്റി വരുന്നത് 1 to 20 ആണ്. അപ്പോൾ ഏജ് അനുസരിച്ച് നമുക്ക് ആ ഒരു അളവ് കുറച്ച് കൊണ്ടുവരിക. നിങ്ങളുടെയൊക്കെ ആ ഒരു ഏജിനാവുമ്പം 10 ബിലോ കൊടുക്കുക. ഒരു 30 to 40 ആണെങ്കിൽ 15നും 10നും ഇടയ്ക്ക് കൊടുക്കുക. അതല്ല അതിനും ഏജ് കൂടുതലാണെങ്കിൽ 15 എബവ് കൊടുക്കുക. അപ്പോൾ ആ ഒരു കാറ്റഗറി അനുസരിച്ച് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൊടുക്കുക. അതും ഈ പറഞ്ഞ പോലെ തന്നെ അൾട്രാസൗണ്ട് 0 ആക്കുക, ഓഫ് ആക്കുക. RF ഓൺ ചെയ്തു. അതിനും കറക്റ്റായിട്ട് 20 വരെയുണ്ട്, അത് നമ്മൾ കൊടുക്കുക. അതും നല്ല രീതിയിൽ റൗണ്ടിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല കറക്റ്റായിട്ട് ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക. ഓക്കെ, അതിൻ്റെ ടൈം വരുന്നതും 5 to 7 മിനിറ്റ്സ് ആയിരിക്കും. അതായത് 10 മിനിറ്റ് താഴെ കൊടുക്കുക. ഓക്കെ, ദെൻ ഇത് ശരിക്കും ഡോക്ടേഴ്സ് ചെയ്യുമ്പോൾ ഫുൾ എന്താ മെഷീൻ വെച്ച് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ നമ്മുടെ കസ്റ്റമർക്ക് എന്താ ആഗ്രഹിക്കുന്നത്, അവർക്ക് കൈ കൊണ്ടും കൂടി ഒരു മസാജ് കിട്ടിയാൽ കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ അൾട്രാസൗണ്ടും RFും കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൈ കൊണ്ട് എന്താണെങ്കിലും നമ്മുടെ ഫേസിൽ ക്രീം ഉണ്ട്. അപ്പോൾ കൈ കൊണ്ട് ഒരു മസാജ് കൊടുക്കണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് നമ്മൾ പഠിച്ച നെക്ക് മുതൽ നെക്ക്, ചിൻ, ജോ ലൈൻ, ലിപ്പ്, ലാഫ് ലൈൻ, നോസ്. അപ്പം നമ്മൾ ഇത്രയും നേരം ഫേസിൽ എന്താ കൊടുത്തത്, ഹീറ്റാണ് കൊടുത്തത് അല്ലേ. ഹീറ്റ് കൊടുക്കുമ്പോൾ പ്രോഡക്റ്റ് കൂടുതലായിട്ട് പെനട്രേറ്റ് ചെയ്യും ഫേസിലേക്ക്. അത് നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യുമ്പോൾ. അതനുസരിച്ച് ക്രീമോ ജെല്ലോ അബ്സോർബ് ചെയ്ത് തീരുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് കൊടുക്കുക. ദെൻ അതിന് ശേഷം നമുക്ക് കൊടുക്കുന്നതാണ് കോൾഡ് കൊടുക്കുക. അത് ഏതൊരു ഡിവൈസ് എടുത്താലും നമ്മൾ അതിനെ ഓഫ് ചെയ്തിട്ട് തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. കറക്റ്റ് 0 ഓഫ് ചെയ്യുക. ദെൻ കോൾഡിന് ശരിക്കും എന്താ ഓണും ഓഫ് മാത്രമേ ഉള്ളൂ. അബ്രേഷനും സ്പ്രേയർ, കോൾഡ്, ഇതിന് 3ഉം ഓണും ഓഫും മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇൻറ്റൻസിറ്റി ഒന്നും നമുക്ക് സെറ്റ് ചെയ്തിടാനില്ല. ഇത് വെക്കുമ്പോൾ നല്ലതായിട്ട് കൂളാവും, ഫേസ് നല്ലതായിട്ട് കൂളാവും, നല്ല തണുപ്പാണ്. അപ്പോൾ അത് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ദെൻ അതൊരു 5 മിനിറ്റ്സ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് കൊടുത്തതിന് ശേഷം ഫേസ് ഫുള്ള് ക്ലീൻ ചെയ്യുക. ഫുൾ ഫേസ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ സിറം ഷീറ്റ് മാസ്ക് ഇടുക. കാരണം ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, കൂടുതൽ സിറംസിൻ്റെ ഇൻഫ്യൂഷനാണ്. അപ്പോൾ സിറം ഷീറ്റ് മാസ്ക് എടുക്കുക, ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് വേണമെങ്കിൽ അത് അങ്ങനെ തന്നെ ഒന്ന് വലിയാൻ വിട്ടു കൊടുക്കുക കുറച്ച് സമയം. അതിനുശേഷം ഐപാഡ് വെക്കുക, നമ്മൾ LED മാസ്ക് വെക്കുക. LED വെച്ചതിന് ശേഷം മാസ്ക് ഓൺ ചെയ്യുക, ഇൻറ്റൻസിറ്റി കൊടുക്കുക. ദെൻ ഇതിൽ മെയിനായിട്ട് വരുന്നത് 3 കളേഴ്സാണ്, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഈ 3നും ഓരോന്ന് അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ഡീപ്പർ പെനിട്രേഷൻ ആവാം, സൂത്തിങ് എഫക്റ്റ് ആവാം, അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ആവാം. അത് സിറംസിൻ്റെ നോട്ട് എഴുതുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് എഴുതാം. അപ്പോൾ അതിൽ ഏത് കളറാണോ നമ്മളുടെ കസ്റ്റമർക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ കളർ സെലക്ട് ചെയ്യുക. കളർ സെലക്ട് ചെയ്യുമ്പം റെഡ് വന്നു. അപ്പോൾ റെഡിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾ നോക്കുക. അതനുസരിച്ച് ആ കസ്റ്റമർക്ക് അതാണോ ആവശ്യം എന്നുള്ളത് നോക്കുക. 5 മിനിറ്റ്സ് കൊടുക്കുക. ഇനി ഈ അടുത്ത കളർ നമ്മൾ ഓപ്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക. ഗ്രീൻ ഇടാം, ഓഫ് ചെയ്യാം.
ഇത്രയാണ് മെയിനായിട്ട് നമ്മളുടെ ഫേഷ്യലിൽ വരുന്നത്. ഇനി ഇതിൽ നമ്മൾക്ക് എന്തൊക്കെ ടൈപ്പ് സിറംസ് യൂസ് ചെയ്യാം, ഈ LED ഇതിൽ വരുന്ന കളേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, എന്തൊക്കെ ടൈപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാം, അതുപോലെ ഈ 3 സിറംസ് കോൺസെൻട്രേറ്റ് കൂടാതെ നമുക്ക് സ്പ്രെയറിൽ ഫില്ല് ചെയ്യുന്ന സിറം എന്താണ്, അതിപ്പോൾ വൈറ്റമിൻ C സിറമാണോ, ഹൈലൂറോണിക് ആസിഡ് സിറമാണോ, സാലിസിലിക് ആസിഡ് സിറമാണോ, അങ്ങനെ ഓരോ സിറത്തിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് സിറമാണ് നമ്മളിതിൽ യൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ നമ്മളിനി നോട്ടിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് ഇതാണ് നമ്മളുടെ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ പരിചയപ്പെടാത്ത 2 പോർഷൻ ഉള്ളത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, വേസ്റ്റ് ലിക്വിഡും ഉണ്ട്, നമ്മുടെ പൈപ്പ് ലൈൻ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡും ഉണ്ട്. അപ്പോൾ വേസ്റ്റ് വാട്ടർ വെക്കുന്ന ബോട്ടിലിൽ നമ്മൾക്ക് ആ ബോട്ടിൽ എപ്പോഴും ഫ്രീ ആയിരിക്കണം. കാരണം അബ്രേഷൻ ചെയ്യുമ്പം അതിൽ നിന്നുള്ള വേസ്റ്റുകളെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്, വേസ്റ്റ് ലിക്വിഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, ദെൻ ഓരോ വർക്ക് കഴിയുമ്പോഴും നമ്മൾ അത് ക്ലീൻ ചെയ്യണം. കാരണം എന്തെന്ന് പറഞ്ഞാലും കുറച്ച് അഴുക്കും കാര്യങ്ങളും അതിലേക്ക് ചെല്ലും. അപ്പോൾ അതൊരിക്കലും ഒരു കസ്റ്റമർക്ക് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ കൂട്ടി നമ്മൾ വെക്കരുത്. അതാത് സമയത്ത് തന്നെ അത് ക്ലീൻ ചെയ്ത് ശീലിക്കുക. ഇനി ഇത് നമ്മൾക്ക് ഇപ്പോൾ ഇടയ്ക്ക് ഈ മെഷീൻ സ്റ്റക്കായി പോകും. ഈ മെഷീൻ സ്റ്റക്കായിട്ട് ഇവിടെ റെഡ് ബ്ലിങ്ക് ചെയ്യും. അപ്പം നിങ്ങൾ വിചാരിക്കും മെഷീൻ പോയോ, അങ്ങനെ ചിന്തിക്കും. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രോബ്ലം, വേസ്റ്റ് ലിക്വിഡ് നിറഞ്ഞിട്ടുണ്ടാവും. വേസ്റ്റ് ലിക്വിഡ് നിറഞ്ഞ് നമ്മൾ പ്രോപ്പർ ടൈമിൽ അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ മെഷീൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വേസ്റ്റ് ലിക്വിഡ് എടുത്ത് കളയുക, മെഷീൻ പഴയ പോലെ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേസ്റ്റ് ലിക്വിഡ് നിറയാതെ നോക്കുക, അബ്രേഷനിൽ D ഉപയോഗിച്ച് പൈപ്പ് ലൈൻ ക്ലീൻ ചെയ്യാൻ നോക്കുക. ഓരോ വർക്ക് കഴിയുമ്പോഴും വെറ്റ് ടിഷ്യൂ വെച്ചും ഡ്രൈ ടവൽ വെച്ചും കറക്റ്റായിട്ട് മെഷീൻസ് എല്ലാം ക്ലീൻ ചെയ്യുക. ഏറ്റവും അഴുക്കുണ്ടാവുന്ന അബ്രേഷൻ ഡിവൈസ് കറക്റ്റായിട്ട് ഊരി നീറ്റാക്കുക. ഓക്കെ, ഓരോ യൂസ് കഴിയുമ്പോഴും നീറ്റാക്കുക, സ്റ്റെറിലൈസ് ചെയ്യുക. ഓക്കെ, കാരണം ഒരു കസ്റ്റമർക്ക് യൂസ് ചെയ്യണ സക്ക് ചെയ്തെടുക്കുമ്പം അത് നമ്മൾ വേറൊരു കസ്റ്റമർ യൂസ് ചെയ്യുമ്പം അത് അത്രത്തോളം ഹൈജീൻ ആണെന്നുള്ളത് നോക്കുക. ഓക്കെ, ടോട്ടലി ഒരു ബേസ് കിട്ടിയില്ലേ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ. ഓക്കെ.